10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം: ഓരോ മനുഷ്യനും തന്നിലേക്ക് ചുരുങ്ങുകയും സ്വന്തം സുഖസൗകര്യങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പര സ്നേഹവും വിശ്വാസവുമാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത് എന്ന ആശയം ആണല്ലോ ഓരോ വിളിയും കാത്ത് എന്ന കഥയിൽ നൽകുന്നത്. ഈ അഭിപ്രായവും കഥാഭാഗവും വർത്തമാനകാല സാഹചര്യവും പരിഗണിച്ച് ബന്ധങ്ങളുടെ തീവ്രത വർത്തമാനകാല സമൂഹത്തിൽ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. 2024 SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം: ബന്ധങ്ങളുടെ തീവ്രത വർത്തമാനകാല സമൂഹത്തിൽ. ബന്ധങ്ങളുടെ ഇഴയെടുപ്പമാണ് ജീവിതത്തെ സുന്ദരമാക്കുന്നത്. അതിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട്, അയൽക്കാർ തമ്മിലുള്ള ബന്ധമുണ്ട്, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമുണ്ട്. എന്നാൽ വർത്തമാനകാല സമൂഹത്തിൽ ഇത് അത്രമാത്രം തീവ്രമാണോ, അഥവാ ബന്ധങ്ങളുടെ ഇഴയെടുപ്പം കുറഞ്ഞോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നിസ്സാരമായി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ പോലും കൊലപാതകത്തിൽ വരെ ചെന്നെത്തുന്നത് ഇന്ന് സാധാരണമായിരിക്കുന്നു. ബന്ധങ്ങളുടെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കി തരുന്ന ഒരു കഥയാണ് UK കുമാരന്റെ ഓരോ വിളിയും കാത്ത്. ഈ കഥയിലെ അമ്മ അച്ഛന്റെ മരണത്തോടെ ഒറ്റയ്ക്കായി പോകുകയാണ്. അച്ഛൻ മരിച്ചിട്ടും ആ വീട്ടിൽ തന്നെ അച്ഛന്റെ ഓർമ്മകളുമായി ജീവിക്കുകയാണ് അമ്മ. അച്ഛൻ എവിടെയും പോയിട്ടില്ല. അച്ഛൻ വിളിക്കുമ്പോൾ വിളി കേൾക്കാൻ ഞാൻ ഇവിടെ വേണം എന്നാണ് മകന്റെ കൂടെ പോകാൻ മനസ്സനുവദിക്കാതെ അമ്മ പറയുന്നത്. ഒരാളുടെ മരണശേഷവും തുടരുകയാണ് ആ സ്നേഹബന്ധം. മകന് അമ്മയോടുള്ള സ്നേഹവും ഈ കഥയിലുണ്ട്. അമ്മയെ ഒറ്റയ്ക്കാക്കി പോകാൻ മകന് കഴിയുന്നില്ല. തന്റെ ജോലി സ്ഥലത്തേക്ക് അമ്മയെ കൊണ്ടുപോകാൻ മകൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അച്ഛനോടുള്ള അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ ആ ശ്രമം പരാജയപ്പെടുന്നു. ഒടുവിൽ അമ്മയുടെ ആഗ്രഹത്തിന് മകൻ വഴങ്ങിക്കൊടുക്കുന്നു. അച്ഛനുണ്ടായിരുന്ന ഇടങ്ങളെ ഇഷ്ടപ്പെടുന്ന അമ്മയെ ആ സാഹചര്യത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകാൻ മകൻ തയ്യാറാകുന്നില്ല. ഓരോ മനുഷ്യനും സ്വന്തം കാര്യങ്ങൾ മാത്രം നടത്താൻ വ്യഗ്രത കാട്ടുന്ന വർത്തമാനകാലത്തിൽ ഈ കഥ വലിയൊരു സ്നേഹ സന്ദേശമാണ് പകരുന്നത്. ഞാൻ എന്ന ചിന്തയിലേക്ക് ചുരുങ്ങി എന്റെ സുഖസൗകര്യങ്ങൾക്കായി മാത്രം പ്രവർത്തിക്കുമ്പോൾ സ്നേഹവും കരുതലും വിശ്വാസവും ഒക്കെ നൽകുന്ന സന്തോഷം അറിയാതെ പോകുന്നു. ബന്ധങ്ങൾ ഇല്ലാതാക്കുകയല്ല, വളർത്തുകയാണ് വർത്തമാനകാലത്തെ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. അടുത്ത ചോദ്യം: എങ്ങിനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധികെട്ടു കരുന്തിരിയാളും വരെയവർ ഒന്നെന്നെ കൊണ്ടുപോയി ഇടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ. അമ്മത്തൊട്ടിൽ എന്ന കവിതയുടെ ആശയവും സമകാലിക സംഭവങ്ങളും പരിഗണിച്ച് വാർദ്ധക്യത്തോടുള്ള സമൂഹത്തിന്റെ മനോഭാവം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. ഇത് 2021 നടന്ന SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം: സുഹൃത്തുക്കളെ, ഉപയോഗം കഴിഞ്ഞ വസ്തുക്കൾ വലിച്ചെറിയുന്ന ലാഘവത്തോടെ മാതാപിതാക്കളെ തെരുവിലേക്ക് ഉപേക്ഷിക്കുകയും വൃദ്ധസദനങ്ങളിലാക്കുകയും ചെയ്യുന്ന കാലമാണിത്. കൂണുകൾ പോലെ വൃദ്ധസദനങ്ങൾ വർദ്ധിക്കുന്നു. കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്കുള്ള മാറ്റവും ജീവിതത്തിന്റെ തിരക്കും കുടുംബ ബന്ധങ്ങളെ സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. മുത്തശ്ശി കഥ കേൾക്കാതെയും നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായ കലകളെക്കുറിച്ചറിയാതെയും മണ്ണിലിറങ്ങാതെയും മാതൃഭാഷ പഠിക്കാതെയും മക്കൾ വളർന്നു വരുന്നു. കുട്ടിക്കാലത്ത് കളിക്കാൻ പാവകൾ കൂട്ടിനില്ല, അയൽപക്ക ബന്ധങ്ങളില്ല, പുഴയുടെ ആഴവും ഒഴുക്കും അറിഞ്ഞിട്ടില്ല, മുക്കുറ്റി, തുളസി, ശതാവരി തുടങ്ങിയ എണ്ണമറ്റ സസ്യങ്ങളെക്കുറിച്ച് അറിയില്ല. എവിടെയും മുമ്പനാകുന്നതെങ്ങനെയെന്ന പരിശീലനം മാത്രം ലഭിച്ച് ഫ്ലാറ്റിന്റെ ഇത്തിരി വട്ടത്തിൽ മക്കൾ വളരുന്നു. മാതാപിതാക്കളെ ദൈവത്തെപ്പോലെ പൂജിക്കുന്ന സംസ്കാരം നാം മറന്നുപോയി. മക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം ജീവിക്കുക മാതാപിതാക്കളുടെ അവകാശമാണ്. ഈ അവകാശമാണ് ഇന്ന് മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുന്നത്. വൃദ്ധരെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സംസ്കാരം തിരികെ കൊണ്ടുവന്നേ മതിയാകൂ എന്ന് ഈ വേളയിൽ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. അടുത്ത ചോദ്യം: പത്രം അസത്യമാണെന്നറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ അക്കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. പത്രനീതി. സൂചനകൾ, പാഠഭാഗത്തിലെ ആശയം, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ചുകൊണ്ട് പത്രധർമ്മം എന്റെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ ലഘു പ്രഭാഷണം തയ്യാറാക്കുക. ഇത് 2023 നടന്ന SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം: പത്രധർമ്മം എന്റെ കാഴ്ചപ്പാടിൽ. ലോകത്തെ നാം ഇന്ന് കാണുന്ന രീതിയിൽ പരിവർത്തനം ചെയ്തതിൽ മുഖ്യ പങ്കു വഹിച്ചത് പത്രമാധ്യമങ്ങളാണ്. പാർലമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവയെ ജനാധിപത്യത്തിന്റെ 3 തൂണുകളായി വിശേഷിപ്പിക്കുന്നു. 4ാമത്തെ തൂണായി പത്രമാധ്യമങ്ങളെയും. വാർത്തകൾ സത്യസന്ധവും നീതിനിഷ്ഠവുമായി ജനങ്ങളിലെത്തിക്കുന്നതിൽ പത്രങ്ങൾക്കുള്ള ഉത്തരവാദിത്തം ഈ വിശേഷണത്തിൽ സ്പഷ്ടമാണ്. പത്രങ്ങളിൽ അച്ചടിച്ചു വരുന്ന വാർത്തകൾ സത്യസന്ധവും പക്ഷപാതരഹിതവുമായിരിക്കണം. തിന്മകളോട് ശക്തമായി പ്രതികരിക്കാനും ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകാനും കഴിയുമ്പോഴാണ് പത്രധർമ്മം പൂർണ്ണമായി നിറവേറ്റപ്പെടുക. ഒരാളെയും വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ അകാരണമായി വേദനിപ്പിക്കരുത് എന്നത് പത്രധർമ്മത്തിൽ പ്രധാനമാണ്.
ജനങ്ങൾ പത്രപ്രവർത്തകരെ തങ്ങളുടെ പ്രതിനിധിയായി കണ്ട് വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തെ മുതലെടുത്ത് ജനഹിതത്തിനെതിരായി പത്രങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പത്രധർമ്മത്തിനെതിരായി അത് മാറുന്നു. ആദർശങ്ങളിൽ ഉറച്ചുനിന്ന് നിഷ്പക്ഷമായി പ്രതികരിക്കുകയും തിരുത്തൽ ശക്തിയായി മാറുകയുമാണ് പത്രങ്ങൾ ചെയ്യേണ്ടത്. തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലും വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് ആശ്വാസമല്ല. സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കച്ചവട മനോഭാവത്തോടെ നിലപാടുകൾ സ്വീകരിക്കുന്നത് പത്രങ്ങളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്നതിനു കാരണമാകും. സത്യമറിയാൻ പല പത്രങ്ങൾ നോക്കേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത്. ഇത് പത്രധർമ്മത്തിനു വിരുദ്ധമാണ്. ചുരുക്കത്തിൽ നിർഭയവും സത്യസന്ധവുമായിരിക്കണം പത്രപ്രവർത്തനം. ധാർമ്മികതയുടെ അടിത്തറയിൽ പടുത്തുയർത്തുന്ന പത്രങ്ങൾ എന്നും പ്രകാശഗോപുരങ്ങളായി ഉയർന്നു നിൽക്കും. സത്യത്തിലും ന്യായത്തിലും നീതിയിലും അടിയുറച്ചു നിന്നുകൊണ്ട് ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുകയും സാമൂഹിക സാംസ്കാരിക പുരോഗതിക്കുള്ള ഉപകരണമായി പത്രങ്ങൾ മാറുകയും വേണം. യഥാർത്ഥ നീതിയെയും ധാർമ്മിക മൂല്യത്തെയും സർവോപരി സത്യത്തെയും മുറുകെ പിടിക്കേണ്ട സമൂഹത്തിൽ ഗുണപരമായ മാറ്റം വരുത്തേണ്ട ശക്തിയായി നമ്മുടെ പത്രങ്ങൾ മാറിയേ മതിയാകൂ. ഭൂതകാലത്തിന്റെ ഇരുട്ടിലേക്ക് സമൂഹത്തെ നയിക്കുന്ന പ്രവണതകൾക്കെതിരെ നമ്മുടെ മാധ്യമങ്ങൾ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. അരാജകമായ അവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തി സമൂഹത്തെ രക്ഷിക്കേണ്ട കടമ പത്രങ്ങളിൽ നിക്ഷിപ്തമാണ്. യഥാർത്ഥ പത്രധർമ്മവും അതുതന്നെ. അടുത്ത ചോദ്യം. പണയം എന്ന കഥയിൽ നായക കഥാപാത്രമായ ചാക്കുണ്ണിയെ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നത് ചെമ്പുമത്തായിയാണ്. രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് അവർ. പ്രസ്താവന വിശകലനം ചെയ്ത് ചെമ്പുമത്തായി, ചാക്കുണ്ണി എന്നീ കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്യുക. ഇത് 2020 നടന്ന SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം: പണം ഉണ്ടാക്കുന്നതിലല്ലാതെ മറ്റൊന്നിലും താല്പര്യമില്ലാത്തയാളാണ് ചെമ്പുമത്തായി. ചാക്കുണ്ണിക്ക് റേഡിയോയുമായുള്ള ബന്ധം എത്ര പറഞ്ഞിട്ടും മത്തായിക്ക് മനസ്സിലാകുന്നില്ല. മനുഷ്യനെ മെനക്കെടുത്താനുള്ള ഓരോ പരിപാടികളായാണ് അയാൾ റേഡിയോയെ കാണുന്നത്. റേഡിയോ കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും പണി ചെയ്ത് പണമുണ്ടാക്കിക്കൂടെ എന്നാണ് മത്തായിയുടെ ചോദ്യം. കലയും സംഗീതവും ഒന്നും അയാളുടെ വിഷയമല്ല. പണം മാത്രമാണ് അയാളുടെ ആരാധനാപാത്രം. തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും കലയോടുള്ള ആഭിമുഖ്യവുമാണ് തയ്യൽക്കാരനായ ചാക്കുണ്ണിയുടെ സ്വഭാവ സവിശേഷതകളിൽ എടുത്തു പറയേണ്ടത്. ചിരകാല മോഹമായ റേഡിയോ സ്വന്തമാക്കാൻ അയാൾ ഒട്ടേറെ ത്യാഗം സഹിച്ചു. രാപ്പകൽ ഭേദമില്ലാതെ അധ്വാനിച്ചു. പല ശീലങ്ങളും ഉപേക്ഷിച്ചു. അങ്ങനെ കുറച്ച് പണം സ്വരൂപിച്ചു. ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ റേഡിയോ പണയം വയ്ക്കേണ്ടി വന്നതോടെ അയാളുടെ ജീവിതം മാറിമറിഞ്ഞു. കാരണം റേഡിയോ അയാളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ പണമില്ലാതെ വന്നപ്പോഴാണ് അയാൾ റേഡിയോ പണയം വയ്ക്കുന്നത്. മകന്റെ മരണം വലിയ ആഘാതമാണ് ചാക്കുണ്ണിയിൽ സൃഷ്ടിച്ചത്. ആ ദുഃഖം മറികടക്കാൻ ചാക്കുണ്ണി എത്തുന്നതും റേഡിയോയുടെ അടുത്താണ്. ജീവനില്ലാത്ത ആ വസ്തുവിനെയും അയാൾ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ജീവിത വീക്ഷണം പുലർത്തുന്നവരാണ് രണ്ട് കഥാപാത്രങ്ങളും. സാധാരണക്കാർക്ക് പൊരുത്തപ്പെടാനാവാത്ത ചെമ്പുമത്തായിയുടെ സ്വഭാവ സവിശേഷതകളാണ് ചാക്കുണ്ണി എന്ന സാധു മനുഷ്യനെ തിളക്കമുള്ള കഥാപാത്രമാക്കി മാറ്റുന്നത്. അടുത്ത ചോദ്യം. ദൃശ്യമാധ്യമങ്ങളിൽ വാർത്തകൾക്ക് മാത്രമായി സമയം നിശ്ചയിച്ചിട്ടുണ്ട്. വാർത്തകൾക്ക് വേണ്ടി മാത്രമുള്ള ചാനലുകളുമുണ്ട്. എന്നിട്ടും ദിനപത്രങ്ങളുടെ പ്രചാരത്തിൽ കുറവ് വരുന്നില്ല. കാരണങ്ങൾ എഴുതി സമർത്ഥിക്കുക. ഉത്തരം: പത്രങ്ങൾക്കെതിരെ ഇന്ന് പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഉച്ചനീചത്വങ്ങളുടെയും രാഷ്ട്രീയമായ അരാജകത്വത്തിന്റെയും കാലത്തു നിന്നും ലോകത്തെ നാം ഇന്നു കാണുന്ന രീതിയിൽ മാറ്റിത്തീർത്തതിൽ പത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട്. സമൂഹത്തിന് ദിശാബോധം നൽകുകയും ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നതിൽ പത്രങ്ങൾ വഹിച്ച പങ്ക് കാലത്തിന് മായ്ക്കാവുന്നതല്ല. ടെലിവിഷൻ, ഇന്റർനെറ്റ് തുടങ്ങിയവയുടെ കടന്നുവരവോടെ പത്രം മരിച്ചു എന്ന് പ്രവചിച്ചവർ ഏറെയായിരുന്നു. കേൾക്കുന്നതിനേക്കാൾ കാണുന്നതിന് താല്പര്യമുള്ള പൊതുജനം ചലിക്കാത്ത ചിത്രങ്ങൾക്കും വാർത്തകൾക്കും പകരമായി ചലിക്കുന്ന ചിത്രങ്ങൾക്കും വാർത്തകൾക്കും പിന്നാലെ പോകുമെന്ന ധാരണ പൊതുവെ ഉണ്ടായി. എന്നാൽ പത്രങ്ങളെ ഇല്ലാതാക്കാൻ ദൃശ്യമാധ്യമങ്ങൾക്കായില്ല. പല സുപ്രധാന സംഭവങ്ങളും ടെലിവിഷനിലൂടെ അറിഞ്ഞാലും പിറ്റേ ദിവസത്തെ പത്രത്തിനായി ഇന്നും ആളുകൾ കാത്തിരിക്കുന്നു. സൗകര്യത്തിനനുസരിച്ച് വായിക്കാൻ, ചിന്തിക്കാൻ, വിശകലനം ചെയ്യാൻ പത്രങ്ങൾ തന്നെ വേണം. അതുകൊണ്ട് തന്നെ പത്രങ്ങളുടെ പ്രചാരം കുറയുകയല്ല, കൂടുകയാണ് ചെയ്തത്. വാർത്തകളിലെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാൻ ഇപ്പോഴും പത്രങ്ങൾ ജാഗരൂകരാണ് എന്നതും ഒരു കാരണമാണ്. കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് ഓൺലൈൻ പത്രങ്ങളും ഇന്ന് പ്രചാരത്തിലുണ്ട്.